മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപമുള്ള എല്ലാ ആൾക്കാരും അതേപോലെ തന്നെ ഇനി അങ്ങോട്ട് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണണം. മ്യൂച്വൽ ഫണ്ട് ഒരു മോശം സംഗതിയൊന്നുമല്ല. ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ള മികച്ച നിക്ഷേപ ഇടങ്ങളിൽ മുൻനിരയിൽ തന്നെയാണ് മ്യൂച്വൽ ഫണ്ടുകളുടെ സ്ഥാനം. ലോങ് ടൈമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ മ്യൂച്വൽ ഫണ്ടിനോളം പോകുന്ന മറ്റൊരു സംവിധാനം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ മ്യൂച്വൽ ഫണ്ടിലെ റിട്ടേണുമായി ബന്ധപ്പെട്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ആണ് ആൾക്കാർക്കുള്ളത്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എത്ര റിട്ടേൺ ലഭിക്കും. മിക്ക ആൾക്കാർക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. നിങ്ങളിൽ പലരും സത്യമാണ് എന്ന് വിചാരിച്ച് ധരിച്ചു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും തെറ്റാണ് എന്ന കാര്യം ഓർക്കുക. ഈ ഒരു ചാപ്റ്ററിൽ ഈ വിഷയം ഏറ്റവും സത്യസന്ധമായി ഏറ്റവും നിഷ്പക്ഷമായി അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കണ്ട് കഴിയുമ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എത്ര റിട്ടേൺ ലഭിക്കും, എപ്പോൾ ലഭിക്കും, എങ്ങനെ ലഭിക്കും എന്നീ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റവും വ്യക്തമായി മനസ്സിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിവിടെ പറയുന്നത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയാണ് കേട്ടോ. എന്താണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ? നമ്മൾ നിക്ഷേപിക്കുന്ന പണം സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനികളുടെ ഷെയർസിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് സ്കീമുകളാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ. നമ്മൾ പൊതുവെ പറയാറുള്ള ലാർജ് ക്യാപ്പ് ഫണ്ട്, മിഡ് ക്യാപ്പ് ഫണ്ട്, സ്മോൾ ക്യാപ്പ് ഫണ്ട്, മൾട്ടി ക്യാപ്പ് ഫണ്ട്, ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട്, ഇതെല്ലാം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നവയാണ്. സ്റ്റോക്ക് മാർക്കറ്റിലെ റിട്ടേൺ നമ്മളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ടൂൾ ആയിട്ടാണ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ പ്രവർത്തിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. നമ്മുടെ പണം മ്യൂച്വൽ ഫണ്ടിലെ വിദഗ്ധരായിട്ടുള്ള ഫണ്ട് മാനേജർമാർ വ്യത്യസ്തങ്ങളായ കമ്പനികളുടെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. ആ പ്രോഫിറ്റ് നമ്മളിലേക്ക് എത്തുന്നു. ഇനി പറയാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് ആൾക്കാരുടെ ധാരണ ഇങ്ങനെയാണ്: മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എല്ലാ വർഷവും കൃത്യമായ ഒരു റിട്ടേൺ ലഭിക്കും, 12% ഉറപ്പായിട്ടും കിട്ടുമെന്നൊക്കെയാണ് പല ആൾക്കാരുടെയും വിശ്വാസം. എന്നാൽ ഇത് തെറ്റാണ്. ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന പോലെ കൃത്യമായ ഒരു റിട്ടേൺ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് ലഭിക്കില്ല. അങ്ങനെ ആരും ഗ്യാരണ്ടി ചെയ്യുന്നുമില്ല. എന്ന് വെച്ച് ലാഭമില്ലെന്നോ ലാഭം കിട്ടില്ലെന്നോ അല്ല കേട്ടോ ഇവിടെ പറയുന്നത്. അതുപോലെ മാർക്കറ്റിന്റെ കണ്ടീഷൻ അനുസരിച്ച് പല ഫണ്ടുകളും പല വർഷവും ലോസിലായിരിക്കും, എന്നാൽ കുറെ വർഷങ്ങൾ പ്രോഫിറ്റിലായിരിക്കും. ഇവിടെ ഒരു ചെറിയ ഉദാഹരണം നമുക്ക് കാണാം. അത് കാണുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവും. ഇത് ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിന്റെ 10 വർഷത്തെ പെർഫോമൻസ് ആണ്. ജസ്റ്റ് എക്സാമ്പിൾ മാത്രമാണിത്, ആ കാര്യം മറക്കരുത്. ഈ ഫണ്ടില് ഒന്നാമത്തെ വർഷം 10% ലോസ് ആയിരുന്നു, രണ്ടാമത്തെ വർഷം 6% ലോസ്, മൂന്നാമത്തെ വർഷം 32% പ്രോഫിറ്റ് ഉണ്ടായി, നാലാമത്തെ വർഷം 24% പ്രോഫിറ്റ്, അഞ്ചാമത്തെ വർഷം 8% പ്രോഫിറ്റ്, ആറാമത്തെ വർഷം 26% പ്രോഫിറ്റ്, ഏഴാം വർഷം 22% പ്രോഫിറ്റ്, എട്ടാം വർഷം 5% ലോസാണ് ഉണ്ടായത്, ഒമ്പതാമത്തെ വർഷം 31%, പത്താം വർഷം 34% വളർച്ച ഉണ്ടായിരിക്കുന്നു. ഇനി ഈ ഫണ്ടില് 10 ലക്ഷം രൂപ 10 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്ത ഒരാളുടെ അവസ്ഥ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇയാള് 10 ലക്ഷം രൂപ ലംസമായിട്ട് ഇതിൽ കൊണ്ടുപോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഒന്നാമത്തെ വർഷം 10% ലോസ് ആയിരുന്നു അല്ലേ? ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ 10 ലക്ഷം എത്രയായി കുറഞ്ഞു? 9 ലക്ഷമായിട്ട് കുറഞ്ഞു പോയി. ഇദ്ദേഹം ഓർത്തു രണ്ടാം കൊല്ലം ഇത് കയറി വരുമെന്ന്. രണ്ടാം വർഷം വീണ്ടും 6% ലോസാണ് ഉണ്ടായത്. അതോടെ ഇദ്ദേഹത്തിന്റെ ആ ഒരു എമൗണ്ട് 8,46,000 കുറഞ്ഞു. നോക്കണേ, 10 ലക്ഷം രൂപ നിക്ഷേപിച്ചതാണ്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എത്രയേ ഉള്ളൂ? 8,46,000 രൂപയേ ഉള്ളൂ. മൂന്നാമത്തെ കൊല്ലം ഈ ഒരു ഫണ്ട് 32% ഗ്രോത്ത് ഉണ്ടാക്കി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് 11,16,720 ആയിട്ട് വളർന്നു. നാലാമത്തെ വർഷം ഈ ഫണ്ട് 24% വളർച്ചയുണ്ടാക്കി. അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് 13,84,733 ആയി വളർന്നു. അഞ്ചാമത്തെ കൊല്ലം ലോസ് ആണ്, 8% ലോസ് ആണ് ഈ ഒരു ഫണ്ടിൽ ഉണ്ടായത്. അതോടെ അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ 12,73,954 ആയി കുറഞ്ഞു. ആറാമത്തെ വർഷം 26% ഗ്രോത്ത് ഉണ്ടായി. 16,05,982 ആയി അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ. ഏഴാം കൊല്ലവും 22% ഗ്രോത്ത് ഉണ്ടായി. 19,59,298 ആയി ഉയർന്നു ഇദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ. എട്ടാം കൊല്ലം ലോസ് ആണ്, 5% ലോസ് ഉണ്ടായി.
അദ്ദേഹത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ 18,61,333 മാറി. 9ാമത്തെ കൊല്ലം 31% ഗ്രോത്ത് ഉണ്ടായത്. ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ 24,38,346 മാറി. 10ാം കൊല്ലം 34% ഗ്രോത്ത്. ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ 32,67,384. നോക്കണേ, 10 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തത് 10 വർഷം കൊണ്ട് ഏതാണ്ട് 32 ലാഖിന് മുകളിലായിട്ടുണ്ട്. ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു സംഗതിയുണ്ട്. ചില വർഷങ്ങളിൽ ലോസ് ആയിരുന്നു, ചില വർഷങ്ങളിൽ ഗ്രോത്ത് ആയിരുന്നു. അപ്പം 10 കൊല്ലത്തെ ഒരു ആവറേജ് ആനുവൽ റിട്ടേൺ നോക്കുവാണ് എങ്കിൽ അത് 14% ഗ്രോത്ത് ആണ്, 14% ഗ്രോത്ത്. ഇവിടെ വ്യക്തമല്ലേ? എല്ലാ കൊല്ലവും ഇദ്ദേഹത്തിന് 14% വെച്ച് ഗ്രോത്ത് കിട്ടിയോ? കിട്ടിയില്ലല്ലോ. ഇൻവെസ്റ്റ് ചെയ്ത് ആദ്യത്തെ 2 വർഷവും ലോസ് ആയിരുന്നു. അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് വളരെ താഴോട്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ ഈ ഒരു ഫണ്ടിൽ ആ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരിൽ പലരും ഒരു 6 മാസം ആയപ്പോഴത്തേനും എന്താണ് വിഡ്രോ ചെയ്തുകൊണ്ട് പോയി. ലോങ് ടൈമിലേക്ക് എന്ന് വിചാരിച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരാണ്. ചില ആൾക്കാർ 1 വർഷം ആയപ്പോഴത്തേനും വിഡ്രോ ചെയ്തുകൊണ്ട് പോയി ലോസിൽ. ചില ആൾക്കാർ 1.5 കൊല്ലം ആയപ്പോഴത്തേനും പിൻവലിച്ചുകൊണ്ട് പോയി. ചില ആൾക്കാർ 2 കൊല്ലം ആയപ്പോഴത്തേനും പിൻവലിച്ചുകൊണ്ട് സ്ഥലം വിട്ടു. ഇവരൊക്കെ എന്താ പറയുന്നത്? മ്യൂച്വൽ ഫണ്ട് നഷ്ടക്കേസാണ്, പണം കളയാൻ വേറെ ഒരിടവും വേണ്ട എന്നൊക്കെ അല്ലേ. പക്ഷേ മ്യൂച്വൽ ഫണ്ട് ലോങ് ടൈമിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇടമാണ് എന്നും ലോങ് ടൈമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്നും വളരെ കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റഡായി നിന്ന് പാനിക്കാവാതെ മുമ്പോട്ട് പോയ ആൾക്കാർക്ക് എന്തുണ്ടാകുന്നുണ്ട്? നേട്ടം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നിന്നും വേറെ ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഒരു വർഷം 35% ഗ്രോത്ത് ഉണ്ടാക്കിയ ഒരു ഫണ്ട് അടുത്ത വർഷവും 35 ഉണ്ടാക്കിയില്ലെങ്കിലും ഒരു 30 ഉണ്ടാക്കും എന്നൊരു വിശ്വാസം പല ആൾക്കാർക്കും ഉണ്ട്. അതുകൊണ്ടാണ് പല ആൾക്കാരും പാസ്റ്റ് പെർഫോമൻസ് മാത്രം നോക്കി പല ഫണ്ടിലും കയറി കണ്ണടച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ പറഞ്ഞ എക്സാമ്പിൾ നോക്കിക്കേ. 3ാമത്തെ കൊല്ലം 24% ഗ്രോത്ത് ഉണ്ടാക്കിയ ഫണ്ടാ. എന്നാൽ 4ാം കൊല്ലം 8% ലോസ് ആയിരുന്നു. അപ്പം 24% എന്ന ഗ്രോത്ത് കണ്ട് ഇൻവെസ്റ്റ് ചെയ്ത പല ആൾക്കാരും എന്താണ് പാനിക്കായിപ്പോയി. അവർ പറയും ഈ ഫണ്ട് കൊള്ളത്തില്ല, വേറെ ഫണ്ടിൽ കൊണ്ട് ഇട്ടാൽ മതിയായിരുന്നു. ഇനി ഇവിടുന്ന് മനസ്സിലാക്കേണ്ട വേറൊരു സംഗതി ടോപ്പ് റാങ്ക്ഡ് ഫണ്ടിനെ പറ്റിയാണ്. പല ആൾക്കാരും ചോദിക്കാറുണ്ട്, ഏറ്റവും മികച്ച മ്യൂച്വൽ ഫണ്ട് ഏതാ, ഏറ്റവും മികച്ച ഫ്ലെക്സി ക്യാബ് ഫണ്ട് ഏതാ, ഏറ്റവും മികച്ച മിഡ് ക്യാബ് ഫണ്ട് ഏതാ എന്നൊക്കെ. ഒരു വർഷം നമ്പർ 1 എന്ന രീതിയിൽ പെർഫോം ചെയ്യുന്ന ഫണ്ട് ഒരു 3 കൊല്ലം കഴിയുമ്പോൾ ചിലപ്പം 10ാം സ്ഥാനത്തോ 15ാം സ്ഥാനത്തോ ഒക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പം നമ്പർ 1 ആയി നിൽക്കുന്ന ഒരു ഫണ്ട് 2 കൊല്ലം മുമ്പ് 16ാം സ്ഥാനത്തായിരിക്കുക. അതുകൊണ്ട് എപ്പോഴും ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന ഫണ്ട് എന്നൊരു കൺസെപ്റ്റ് ഇല്ല, അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. അതിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. ഓരോ അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെയും ഓരോ ഫണ്ടിനും ഓരോ സ്ട്രാറ്റജിയാണ്. ഓരോ ഫണ്ട് മാനേജേഴ്സും പലതരം സ്ട്രാറ്റജികളാണ് ഉപയോഗിക്കുന്നത്. എന്തിനു വേണ്ടിയുള്ള സ്ട്രാറ്റജി? ലോങ് ടൈമിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള വ്യത്യസ്തങ്ങളായ സ്ട്രാറ്റജി. ആ സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോൾ പല ഫണ്ടുകളും പല രീതിയിലൊക്കെ പെർഫോം ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ഫ്ലെക്സി ക്യാപ് ഫണ്ടിനേക്കാൾ റിട്ടേൺ ഇപ്പോൾ ആ ഫ്ലെക്സി ക്യാപ്പിനുണ്ടല്ലോ, അതുകൊണ്ട് അങ്ങോട്ട് ചാടിയേക്കാം എന്ന് വിചാരിക്കരുത്. ഇനിയും ഉണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി. ഒരു ഫണ്ടിനെ 1 കൊല്ലത്തെ പെർഫോമൻസ് അല്ലെങ്കിൽ 2 കൊല്ലത്തെ പെർഫോമൻസ് ഒക്കെ നോക്കി വിലയിരുത്തി കളയരുത്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ആ ഫണ്ട് ഉണ്ടല്ലോ, എക്സാമ്പിൾ കാണിച്ച ആ ഒരു സംഗതി, അവിടെ ആ ഫണ്ടിനെ ആദ്യത്തെ 2 കൊല്ലത്തെ പെർഫോമൻസ് നോക്കി വിലയിരുത്തി എക്സിറ്റ് അടിച്ച് പോയിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിനെ വിലയിരുത്തേണ്ടത് 5 മുതൽ 7 വർഷം വരെയുള്ള പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ്. വ്യത്യസ്തങ്ങളായ മാർക്കറ്റ് സൈക്കിളുകളിലൂടെ അത് കടന്നു പോകട്ടെ, എന്നിട്ടാണ് അതിനെ വിലയിരുത്തേണ്ടത്. ഇനിയുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പല ആൾക്കാരും ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് എന്ത്, എല്ലാ കൊല്ലവും 12% റിട്ടേൺ കിട്ടും എന്നുള്ളത്. 12% ആവറേജ് ആനുവൽ റിട്ടേൺ കിട്ടും എന്നൊക്കെ പറയാറുണ്ട്. അതൊരു പ്രതീക്ഷയാണ്. ഇത്രയും കാലത്തെ മാർക്കറ്റിന്റെ പെർഫോമൻസ് ഒക്കെ നോക്കി അതിൽ നിന്ന് കിട്ടിയ ഒരു പ്രതീക്ഷ. അപ്പോൾ ഇവിടെ പല ആൾക്കാരും ചോദിക്കും, പല ഫണ്ടുകൾക്കും അതിനേക്കാട്ടിലും മുകളിലൊക്കെ റിട്ടേൺ ഉണ്ടല്ലോ എന്ന്. ഉണ്ടായിരിക്കാം, കിട്ടിയാൽ അതൊരു ബോണസ് ആയിട്ട് കണക്ക് കൂട്ടുക. മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റേഴ്സിന് എത്ര റിട്ടേൺ കിട്ടുമെന്നുള്ളത് ചില കാര്യങ്ങളെ ആശ്രയിച്ചുള്ള ഒരു സംഗതിയാണ്. എത്ര കാലത്തേക്കാണ് നിക്ഷേപിക്കുന്നത്, ഏതു തരം ഫണ്ടിലാണ് നിക്ഷേപിക്കുന്നത്, അതുപോലെ നിക്ഷേപ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്.
അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലെ റിട്ടേണുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ, സംശയങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവിടെ ഒരു നല്ല ചർച്ച തന്നെ നടക്കട്ടെ. അപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു ദിവസം മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി.